നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ എത്ര മുറികളുണ്ട്? തനിക്ക് ദുഷ്പേരുണ്ടാക്കുന്ന തരത്തിൽ മക്കൾ പ്രവർത്തിച്ചിട്ടില്ലെന്നും ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും മകൻ അറിയില്ലെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മകന് ഇഡിയുടെ നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് വിശദീകരിക്കുമ്പോഴാണ് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് തന്റെ മക്കളെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ക്ലിഫ് ഹൗസ് എക്കാലത്ത് ശ്രദ്ധേയമായ വസതിയാണ്. 7 കിടപ്പ് മുറികളാണ് ഇവിടെയുള്ളത്. 15,000 ചതുരശ്ര അടിയാണ് വലിപ്പം. ഒരു ഓഫീസ് മുറി, ഒരു കോൺഫറൻസ് ഹാൾ, ഔദ്യോഗിക വസതിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പരിചയക്കാരുടെയും ഉപയോഗത്തിനായി 2 ചെറിയ കെട്ടിടങ്ങളും കോമ്പൗണ്ടിലുണ്ട്. മൊത്തം 4.2 ഏക്കറാണ് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട്. കോമ്പൗണ്ടിൽ വേറെ മന്ദിരങ്ങളും ഉണ്ട്. കേരളീയ വാസ്തുശില്പ രീതിയും കൊളോണിയൽ ഇംഗ്ലീഷ് വാസ്തുശില്പ രീതിയും സംയോജിപ്പിച്ചതാണ് മന്ദിരത്തിന്റെ രൂപകൽപ്പന. ദേവസ്വം വകുപ്പിന്റെ ചാർജ് ഉണ്ടായിരുന്ന ദിവാൻ പേഷ്കാർക്ക് താമസിക്കാൻ തിരുവിതാംകൂർ രാജഭരണകാലത്ത് 1939 ക്ലിഫ് ഹൗസിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1942 പണി പൂർത്തിയാക്കി. ബ്രിട്ടീഷ് ഭരണകാലത്ത് എക്സൈസ് കമ്മീഷണറും ഈ വസതിയിൽ താമസിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയും ഈ കെട്ടിടത്തിൽ താമസിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പൊതുമരാമത്ത് വകുപ്പ് മന്ദിരം ഏറ്റെടുത്ത് ഗസ്റ്റ് ഹൗസായി ഉപയോഗിച്ചു. 1957 മുതൽ കെട്ടിടം മുഖ്യമന്ത്രിമാരുടെ വസതിയായി. വിവിധ സർക്കാരുകളുടെ കാലത്ത് പഴക്കമുള്ള ഈ കെട്ടിടം ഇടിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന നിർദ്ദേശമുയർന്നു. എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടമായതിനാൽ ഒരു സർക്കാരും ഇതിന് മുതിർന്നില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് നവീകരണ പ്രവർത്തനങ്ങളും തൊഴുത്ത് നിർമ്മാണവും ഉൾപ്പെടെ നടത്തിയത്. റോസ് മുതൽ ഓർക്കിഡും റംബൂട്ടാനും വരെ ക്ലിഫ് ഹൗസ് വളപ്പിലുണ്ട്. 100-ൽ പരം ചെടികൾ. ഇതെല്ലാം നോക്കാൻ ജീവനക്കാരുമുണ്ട്. മികച്ച കന്നുകാലി ഇനങ്ങളിലൊന്നായ സഹിവാൾ ഉൾപ്പെടെ 4 പശുക്കൾ. ജേഴ്സി, വെച്ചൂർ, ഹോൾസ്റ്റീൻ ഇനത്തിൽപ്പെട്ടതുമുണ്ട്. കന്നുകുട്ടികൾ 3 എണ്ണം. ദിവസവും 8 മുതൽ 12 ലിറ്റർ വരെ പാലും ലഭിക്കുന്നുണ്ട്. പാവൽ, പടവലം, കോവൽ, വെണ്ട, പയർ, തക്കാളി തുടങ്ങിയവയ്ക്ക് പുറമെ ശീതകാല പച്ചക്കറികളും അലങ്കാര ചെടികളും കൃഷി ചെയ്യുന്നു. ഭരണനിർവഹണ സ്ഥാപനമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള നന്ദൻകോട് കുന്നുകളിലാണ് ഈ മന്ദിരം. മുഖ്യമന്ത്രിമാർ ക്ലിഫ് ഹൗസിലെ താമസിക്കാവൂ എന്ന് ഒരു നിയമത്തിലുമില്ല. എന്നാൽ സംസ്ഥാന പിറവിക്ക് ശേഷം ആദ്യ മുഖ്യമന്ത്രിയായ EMS മുതലുള്ള മുഖ്യമന്ത്രിമാരിൽ ഭൂരിഭാഗം പേരും ഔദ്യോഗിക വസതിയാക്കിയത് ക്ലിഫ് ഹൗസ് ആണ്. ഇതിന് ചില അപവാദങ്ങളുമുണ്ട്. 1977 AK ആന്റണി ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ അജന്ത ബംഗ്ലാവായിരുന്നു ഔദ്യോഗിക വസതി. K കരുണാകരൻ രാജിവെച്ചതിനെ തുടർന്ന് 1995-96 ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ സ്വന്തം വസതിയായ അഞ്ജനവും അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി 2005-2006 കാലയളവിൽ സ്വന്തം വസതിയായ പുതുപ്പള്ളി ഹൗസുമാണ് ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചത്. പിന്നീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിലേക്ക് മാറിയിരുന്നു. K കരുണാകരനായി നീന്തൽക്കുളം നിർമ്മിച്ചത് ഏറെ ചർച്ചയായിരുന്നു. K കരുണാകരന്റെ കാലത്ത് നിർമ്മിച്ച കുളത്തിൽ തന്റെ പട്ടി ടോമിയെ കുളിപ്പിക്കുമെന്നായിരുന്നു നായനാർ പറഞ്ഞത്. വെറുതെ തട്ടിവിടുക മാത്രമല്ല, മുഖ്യമന്ത്രിയായി ആദ്യം ക്ലിഫ് ഹൗസിൽ ചെന്നപ്പോൾ ടോമിയെ നീന്തൽക്കുളം കാണിക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. പട്ടിയെ അതിൽ കുളിപ്പിച്ചു എന്ന് മാത്രം ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല.